بسم الله الرحمن الرحيم. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله وأشرف مولود. صلى الله على سيدنا محمد وعلى آله ما صبح ملك في سجود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وضم الإله اسم النبي إلى اسمه إذ قال في الخمس المؤذن واشهدوا، وشقى له من اسمه ليجله، وذو الأرش محمود وهذا محمد. اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد وبارك وسلم عليه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സദഖല്ലാഹുൽ അലിയുൽ അദീം. ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, അഥവാ ഉപദേശിക്കുകയാണ്. തഖ്വ നിർഭരമായ ജീവിതം നിർവഹിക്കുവാൻ, തഖ്വ നിർഭരമായ ജീവിതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുലേക്ക് യാത്രയാവുവാൻ, മുത്തഖികളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കേവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിർവഹിച്ചിട്ടുള്ള ഈ നമസ്കാരവും ശ്രവിച്ചിട്ടുള്ള ഖുതുബയും പങ്കെടുത്തിട്ടുള്ള ഈ ജുമയും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾ ഒരു ജുമയോടുകൂടി പൊറുക്കപ്പെടും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജുമയോടുകൂടി പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീൻ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുമാറാവട്ടെ. ലോകം ഇന്ന് പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 80-ാം സമ്മേളനത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ സംവിധാനത്തെ പോലും കളിയാക്കിയിട്ട് പ്രസംഗിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ആൺകുട്ടി പോലും ആ സദസ്സിലുണ്ടായില്ല. 2 വർഷമായി ഗസയിലെ ജനങ്ങളെ ദിവസവും 100 കണക്കിന് ആളുകളെ കൊല്ലുന്ന ഒരു കശ്മലൻ, ഒരു യുദ്ധക്കുറ്റവാളി, അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പിക്കപ്പെട്ട കുറ്റവാളി, അയാൾ വന്ന് പ്രസംഗിക്കാൻ വേശ്യയുടെ ചാരിത്ര പ്രസംഗം തുടങ്ങിയപ്പോൾ കുറേ ആളൊക്കെ എണീറ്റ് പോയി. എന്നാലും കുറേ എണ്ണം അവിടെ ഇരുന്നു. ആ കൂട്ടത്തിൽ നമ്മളെ കൂട്ടരുണ്ട്. അയാൾ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റെന്ന് എന്തെങ്കിലും ഒന്ന് മറുപടി പറയാൻ ഒരാൺകുട്ടിയും അവിടെ ഉണ്ടായില്ല. ഇസ്ലാമിക സമൂഹത്തിൻ്റെ 1-ാമത്തെ ഖിബലയും 3-ാമത്തെ ഹറമും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രായിൻ്റെയും മിറാജിൻ്റെയും രംഗവേദിയുമായ പുണ്യഭൂമി എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നത്, അവരുടെ 20 ദിനത പദ്ധതിയെ ചോദ്യം ചെയ്യാൻ ആരെയും കാണാനില്ല. സമുദായത്തിൽ ആൺകുട്ടികളില്ല, തൻ്റെ ഇടമുള്ള നേതാക്കന്മാരില്ല, പടച്ചവനെപ്പേടിയുള്ള ഉലമാക്കളില്ല. സമുദായം ഖഹ്തുർ റിജാൽ, ആളുകളുടെ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിം ഉമ്മത്തിന് എന്തിൻ്റെ കുറവാണുള്ളത്? ഒരു സമുദായം വിജയിക്കണമെങ്കിൽ, ലോകത്താധിപത്യം നേടണമെങ്കിൽ, ലോകത്ത് ഇസ്സത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഒത്തിണങ്ങിയ സമുദായമാണ് മുസ്ലിം സമുദായം. ലോക ജനസംഖ്യയുടെ 5-1, ലോക സമ്പത്തിൻ്റെ 4-1, ഭൗതികതയുടെ
മുഴുവൻ ശക്തി സംഭരണമാവുന്ന പെട്രോളും ഗ്യാസും ആത്മീയതയുടെ കേന്ദ്രമാകുന്ന സംസം വെള്ളവും ഒക്കെ കയ്യിറക്കി വെച്ചിരിക്കുന്ന നമുക്ക് എന്തിൻ്റെ കുറവാണ്? നമ്മുടെ കുറവാണ് ആൺകുട്ടികളുടെ കുറവ്, തൻ്റെ ഇടമുള്ള ചുണക്കുട്ടികളുടെ കുറവ്. ഇതാണ് മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഈ സമുദായത്തിൽ ആൺകുട്ടികളില്ല, ഈ സമുദായത്തിൽ ചുണക്കുട്ടികളില്ല, ഈ സമുദായത്തിൽ തൻ്റെ ഇടമുള്ള ഒരുത്തനുമില്ല എന്ന് പറഞ്ഞു കിടന്നാൽ മതിയോ? എനിക്കെന്താ അങ്ങനെ ആയിക്കൂടെ? ഈ വിടവ് എനിക്കെന്താ നികത്തിക്കൂടെ? ഈ വിടവ് നിങ്ങൾക്കെന്താ നികത്തിക്കൂടെ? നമ്മുടെ മക്കളെ കൊണ്ട് ഈ വിടവ് നികത്താൻ നമുക്ക് പദ്ധതി ഇട്ടൂടെ? ഇതിങ്ങനെ പറഞ്ഞു നടന്നാൽ മതിയോ? മുസ്ലിം സമുദായത്തിൽ ആൺകുട്ടികളില്ല, ചുണക്കുട്ടികളില്ല, തൻ്റെ ഇടമുള്ളവരില്ല. പക്ഷെ എന്തുകൊണ്ട് എനിക്കതായിക്കൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്കതായിക്കൂടാ? ഈ ചോദ്യമാണ് ബഹുമാനപ്പെട്ട ഖത്തീബ് അവറുകൾ ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് ചോദിച്ചത്. മുസ്ലിം സമുദായത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ, ലോകത്തിൻ്റെ മുമ്പാകെ എഴുന്നേറ്റ് ന്യായം പറയാൻ ആരെയും കാണുന്നില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അദ്ദേഹത്തിന് അനുചരന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുവിൻ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പറയുവിൻ. ഒരു സഹാബി പറഞ്ഞു, അതമന്ന അൻ യകൂന മിൻ ഹാദൽ ബൈത്തി ദറാഹിം, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഹാള് നിറയെ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബാങ്ക് ബാലൻസ് കൂടിയിട്ട് മുതലാളിയെ നടക്കാനല്ല, മറിച്ച് അൻഫഖുഹു ഫീ സബീലില്ലാഹ്, എന്നിട്ട് ആ നാണയങ്ങൾ മുഴുവൻ ദൈവമാർഗത്തിൽ സദക്ക ചെയ്യാൻ, ചെലവഴിക്കാനാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. ഫഖാല തമന്നൗ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കൂ. ഫഖാല ആഖർ അതമന്ന അൻ യകൂന മിൻ ഹാദൽ ബൈത്തി ദഹബൻ, ഈ വീട് മുഴുവൻ സ്വർണം കൊണ്ട് നിറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഅൻഫഖുഹു ഫീ സബീലില്ലാഹ്, എന്നിട്ട് അതൊക്കെ ദൈവമാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖാല ഉമർ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, വലാകിന്നി അതമന്ന, നിങ്ങളെപ്പോലെ ദിർഹമും ദീനാറും സ്വർണവുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതമന്ന അൻ യകൂന മിൻ ഹാദൽ ബൈത്തി റിജാലൻ മിൻ അംസാലി അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് വമുആദ് ബിൻ ജബൽ വഹുദൈഫത്തുൽ യമാൻ ഫസ്തഅമലഹും ഫീ തഅത്തില്ലാഹ്. സ്വർണവും വെള്ളിയും ഭൗതിക വിഭവങ്ങളും കൊണ്ടൊന്നും ഈ സമുദായം ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ കൊണ്ടാണ് ഈ സമുദായം എന്നും നശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നുമല്ല ദീർഘദർശിയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ആഗ്രഹിച്ചത്. അദ്ദേഹം ആഗ്രഹിച്ചത് ഈ വീട് നിറയെ, ഈ ഹാള് നിറയെ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ്, മുആദ് ബിൻ ജബൽ, ഹുദൈഫത്ത് ബിൻ യമാൻ തുടങ്ങിയ പ്രഗത്ഭരായ ആൺകുട്ടികളെ കൊണ്ട് ഈ വീട് നിറയണം. മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള ആൺകുട്ടികളാണ്. ചുറുചുറുക്കുള്ള, ചുണയുള്ള, തൻ്റെ ഇടമുള്ള, ലോകത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ള, ഇസ്സത്തുള്ള, പ്രൗഢിയുള്ള, പ്രതാപമുള്ള, ഇസ്ലാമിൻ്റെ പതാക കയ്യിലേന്താൻ സാധിക്കുന്ന ചുണക്കുട്ടികൾ, ആൺകുട്ടികൾ. ഹുദൈഫത്തുൽ യമാനിയെ പോലെ, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹുവിനെ പോലുള്ള തൻ്റേടികൾ, അവരാണ് ഈ ഹോൾ മുഴുവൻ നിറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു പഠിപ്പിച്ചു. ഒരു സമുദായം വിജയിക്കാൻ ഭൗതിക വിഭവങ്ങൾ ആവശ്യമാണ്. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും ഈ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി നേതൃത്വം നൽകാൻ സാധിക്കുന്ന ചുണക്കുട്ടികളില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല. മസ്ജിദുൽ അഖ്സ, ഫലസ്തീൻ, ഗസ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായി നിൽക്കുക. ഫതഹ ഉമർ വഹററഹ സലാഹുദ്ദീൻ ഫമല്ലഹൽ ആൻ. 2 വർഷമായി മുസ്ലിം ലോകം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം. ജൂതൻ്റെ കയ്യിൽ നിന്നും ഒരു കാലത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഖുദ്സിനെ വിമോചിപ്പിച്ചു. ഫതഹ ഉമർ വഹററഹ സലാഹുദ്ദീൻ. ആ ഖുദ്സ് വീണ്ടും ജൂതൻ്റെ കയ്യിലേക്ക് പോയപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് തിരിച്ചു പിടിച്ചു. ഫമല്ലഹൽ ആൻ. ഖുദ്സിനെ വീണ്ടെടുക്കാൻ, ഫലസ്തീനെ മോചിപ്പിക്കാൻ ആൺകുട്ടികളെവിടെ, ചുണക്കുട്ടികളെവിടെ എന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന റജുലൻ വാഹിദൻ ഖദ് യുസാവി മിഅ. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരൊറ്റ ചുണക്കുട്ടി, ഒരൊറ്റ ആൺകുട്ടി 100 ആൾക്കും. വറജുലൻ ഖദ് യുവാസി അൽഫൻ. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ 1000 ആൾക്ക് ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരുത്തൻ നമുക്ക് കാണാൻ സാധിക്കും. വറജുലൻ ഖദ് യസ്നു ശഅബൻ. ഒരു ജനതയുടെ മുഴുവൻ ഖനമുള്ള ചുണക്കുട്ടികളെ കൊണ്ട് ഇസ്ലാമിക ചരിത്രം ഒരു കാലത്ത് സമ്പന്നമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇസ്ലാമിക സമൂഹത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മളൊക്കെ തന്നെ അതൊക്കെ ആയി മാറണം. ഈ കാഴ്ചപ്പാടെങ്കിലും നമുക്ക് വേണം. ഉമ്മത്തും മുസ്ലിമക്ക് വേണ്ടി ചുണക്കുട്ടികളായി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ചിന്ത, അതാരെയും കാത്തു നിൽക്കാതെ ഞാനതാവും എന്ന് ഓരോരുത്തരും ആലോചിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈജിപ്ത് പിടിച്ചടക്കുന്ന സൈന്യത്തിൻ്റെ നായകനായ
മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലേക്ക് കത്തെഴുതി, അമ്മാ ബഅദ് ഫഇന്നി ഉംദിദ്ക ബി 4000 റജുൽ. അമീറുൽ മുഅ്മിനീൻ, ഈജിപ്ത് പിടിച്ചടക്കുവാൻ വേണ്ടി ചുമതലയേൽപ്പിക്കപ്പെട്ട സൈനിക നായകനായ എനിക്ക് സൈനിക പ്രക്രിയ പൂർത്തിയാക്കുവാൻ 4000 സൈനികരെ സഹായമായി അയച്ചു തരണമെന്ന് കത്തെഴുതി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അയച്ചു കൊടുത്ത് സുബൈർ ബിൻ അവ്വാം, മിഖ്ദാദ് ബിൻ ഉംർ, ഉബാദത്ത് ബിൻ സാമിത്ത്, മസ്ലമത്ത് ബിൻ മിഖ്ലദ്, 4 ആളുകളെയാണ്. 4000 ആളുകളെ ചോദിച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ 4 ആളുകളെയാണ് മദീനയിൽ നിന്ന് അയച്ചു കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, റജുലുൻ മിൻഹും മഖാമുൽ അൽഫ്. ഈ 4-ൽ ഓരോരുത്തരും 1000-നൊക്കും. 1000 ആൾക്ക് പകരം നിൽക്കാൻ സാധിക്കുന്ന 4 ആളെയാണ് ഞാൻ അയച്ചിരുന്നത്. ജയിച്ചു, പിടിച്ചടക്കി ഈജിപ്ത്. അറബി ഭാഷയുടെ കേന്ദ്രമായി മാറിയ ഈജിപ്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്നത് ഈ 4 ആളുകളെ അഡീഷണലായി കൊടുത്തപ്പോഴാണ്. ഇങ്ങനെയുള്ള ചരിത്രമാണ് ഇസ്ലാമിലുള്ളത്. പൗരുഷവും ധീരതയും അതിന് പ്രായവും പദവിയും ഒന്നുമല്ല അതിൻ്റെ മാനദണ്ഡം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ കുട്ടികളൊക്കെ പേടിച്ചോടി. ഉമറിനെ പൊതുവെ ആളുകൾക്ക് പേടിയാണ്, കുട്ടികൾ പേടിച്ചോടി. പക്ഷെ ഒരു കുട്ടി അവിടെ നിന്നു. ആ കുട്ടിയുടെ അടുക്കലേക്ക് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു നിന്നിട്ട് ചോദിച്ചു, ലിമലം തുഹർവിൽ മാ അസ്ഹാബിക്. എന്നെ കണ്ടപ്പോൾ നിൻ്റെ കൂട്ടുകാരെ ഓടിപ്പോയില്ലേ, നീ എന്താ മോനെ ഓടാഞ്ഞത്? ഫഖാല യാ അമീറൽ മുഅ്മിനീൻ. ആ കൊച്ചു ബാലൻ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധീപനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ലം അഖ്തരിഫ് ദംബൻ ഫഅഖാഫുക്. നിങ്ങളെ കാണുമ്പോൾ ഓടാനേ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഭരണാധികാരിയായി നിങ്ങളെ കാണുമ്പോൾ ഓടണമെങ്കിൽ ഞാൻ കുറ്റം ചെയ്യണ്ടേ? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓടാതിരുന്നത്. വലം തക്കുന് ത്വരീഖ് ലഈഖത്തൻ ഫൗസഅഹാ ലക്. നിങ്ങളിപ്പോൾ ഈ വന്ന ഈ വഴി നിങ്ങൾക്ക് നടന്നു പോകാനുള്ള വിശാലത ഉണ്ട്, ഞാൻ മാറിത്തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പോയിക്കൂടെ എന്നൊരു കൊച്ചുകുട്ടി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ആ കൊച്ചുകുട്ടിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ സഹാബി വര്യൻ അബ്ദുല്ലാഹിബ്നു സുബൈർ. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറയുന്ന ചുണക്കുട്ടി, ആൺകുട്ടി, ചെറിയ കുട്ടി. ഇപ്പോൾ പ്രായത്തിലല്ല പ്രശ്നം, ഉള്ളിലാണ് കാമ്പുണ്ടാവേണ്ടത് എന്നീ സംഭവം നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ചെറിയ വലിയ മനുഷ്യരാൽ നിബിഡമായിരുന്നു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഉലായിക്കൽ അംരി ഹുമുസ് സിഗാറുൽ കിബാർ. ചെറിയ വലിയ മനുഷ്യർ, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിനെ പോലുള്ള ചെറിയ വലിയ മനുഷ്യർ. വഫീ ദുനിയാനാ മാ അക്സറുൽ കിബാർ സിഗാർ. ഇന്ന് ദുനിയാവിലൊക്കെയുള്ള വലിയ ചെറിയ മനുഷ്യരുള്ളത്. ഒരു കാലത്ത് ഈ സമുദായത്തിലുണ്ടായിരുന്ന ചെറിയ വലിയ മനുഷ്യരാണെങ്കിൽ ഇന്ന് ഈ സമുദായം നിറയെ വലിയ ചെറിയ മനുഷ്യന്മാരാണ്. പ്രായവും വലുപ്പവും ഒന്നുമല്ല, മറിച്ച് ഉള്ളിൽ കാമ്പുണ്ടാവണം എന്നാണ് ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാല് വളരെ മെലിഞ്ഞ കാലമായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ ഒരിക്കൽ വന്നിട്ടൊരു മരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കയറിയിരുന്നു. അത് കണ്ടപ്പോൾ സഹാബികളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ മെലിഞ്ഞ കാലിങ്ങനെ നോക്കിയിട്ട് കളിയൊക്കെ ചിരിച്ചു. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതളഹഖൂന മിൻ ദിഖ്ഖത്തി സാഖൈഹി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാല് ശോഷിച്ചത് കണ്ടിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാൻ മിൻ ജബലി ഉഹദ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മെലിഞ്ഞ കാലുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ മീസാനിൽ ഉഹുദ് മലയേക്കാൾ കനം തൂങ്ങും. ഇതാണ് അകക്കാമ്പ് എന്ന് പറയുന്നത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തത് അങ്ങനെയുള്ള ആളുകളെയാണ്. അതുകൊണ്ട് പൗരുഷം, ആണത്തം, നേതൃപാടവം തുടങ്ങിയ മാനദണ്ഡങ്ങളെ ആളുകൾ കാണുന്നത് ജമീലുൽ മദ്ഹർ, ആളെ കണ്ടാൽ കേമനാണെന്ന് തോന്നുക. മുക്തമൽ ഖുവ, നല്ല ജിമ്മൻ ബോഡി ഉള്ള ആളായി തീരുക. കസീറുൽ മാൽ, പിന്നെ നല്ല പൈസയും അത്യാവശ്യം നല്ല വണ്ടിയും ഒക്കെ ഉള്ള ആളായി തീരുക. ഇതോടുകൂടി ആൾ കേമന, ആൺകുട്ടിയാ ചുണക്കുട്ടിയാ എന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. പക്ഷേ ഇസ്ലാമിൻ്റെ മീസാനിൽ ഇതൊന്നുമല്ല ചുണക്കുട്ടികളുടെയും ആൺകുട്ടികളുടെയും അടയാളങ്ങൾ. അർ-റുജൂലത്തു ഖുവ്വത്തുൻ ഫിൽ ഹഖ്. സത്യത്തോട് പ്രതിബദ്ധത ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ ഗുണം. വസിദ്ഖുൻ ഫിൽ ഖൗൽ. ഏത് ഘട്ടത്തിലും സത്യം പറയാൻ സാധിക്കുക എന്നതാണ്. വശുജാഅത്തുൻ ഫി ലിഖാഇൽ അദു. ശത്രുവിൻ്റെ മുഖത്തു നോക്കി ശത്രുവെ നേരിടാൻ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടാകുക. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹു വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബിക്കും എന്ന് പറഞ്ഞ് ഫറോവയുടെ മുഖത്ത് നോക്കി കൈരം തുറന്നടിച്ച ചരിത്രത്തിലെ ആ റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ആളുകളെയാണ് വളർത്തിയെടുത്തത്. ലൈസ ശദീദു ബിസ്സുർഅ.
മല്ലയുദ്ധത്തിൽ ശത്രുവിനെ അടിച്ചിടുന്നവനല്ല കേമൻ എന്ന് പറയുന്നത്. ഇന്നമ ഷദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. പ്രതികൂല സാഹചര്യത്തിൽ, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ആത്മനിയന്ത്രണം സാധിക്കുന്ന ആളുകൾ അവരാണ് ആൺകുട്ടികൾ എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വമിൻ അഖ്ലാഖിർ റജൂലത്തി ഫിൽ ഇസ്ലാം അൽ അഫ്ഫത്തു അനിൽ ഹറാം. ഇസ്ലാമിൽ ഒരാൾ കേമനാവുക, ആൺകുട്ടിയാവുക, ചുണക്കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അയാൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളായിരിക്കും. അൽ ഗീറത്തു അനിൽ മുഹറമാത്ത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവിത്രമായ കാര്യങ്ങളോട് അങ്ങേയറ്റത്തെ അഭിനിവേശവും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആത്മവിചാരവുമുള്ള ആളായിത്തീരും. വതഖ്ദീമുൻ നഫ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനായിത്തീരും. വൽബുഅദു അനിൽ ളുൽം. അക്രമത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിരിക്കും. വനുസ്റത്തുൽ മദ്ലൂം. പീഡിതനായ ആളുകളെ സഹായിക്കുന്നവനായിരിക്കും. വദഫുൽ ളർറു അൻഹു. പീഡനം സഹിക്കുന്ന ആളുകളിൽ നിന്ന് ആ പീഡന പർവ്വം എടുത്തു മാറ്റി അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നവനായിരിക്കും. അങ്ങനെയായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. തിരുമേനിയാണ് നമ്മുടെ മാതൃക. ആ തിരുമേനിയെപ്പോലെയുള്ള ചുണക്കുട്ടിയായി മാറാൻ, ആ തിരുമേനിയെപ്പോലുള്ള ആൺകുട്ടിയായി മാറാൻ ഞാൻ ആഗ്രഹിക്കണം. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തണം. ഈ ഒരു തീരുമാനത്തിലേക്ക് സമുദായം തിരിച്ചു പോവാതെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വേറൊരു പരിഹാരവുമില്ല. മുസ്ലിം സമുദായത്തിൻ്റെ സമ്പത്തിൻ്റെ കുറവില്ല, പ്രതാപത്തിൻ്റെ കുറവില്ല, അധികാരത്തിൻ്റെ കുറവില്ല. കുറവുള്ളത് ചുണക്കുട്ടികളുടെ കുറവാണ്. ആ ചുണക്കുട്ടികളുടെ കുറവ് നികത്താൻ ഇറക്കുമതിക്ക് വേണ്ടി കാത്തിരിക്കാതെ ഞാനും നിങ്ങളും അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ചുണക്കുട്ടികളെ, ആൺകുട്ടികളെ നൽകി ഈ പാവപ്പെട്ട സമുദായത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ശത്രുവെ നേരിടാൻ സാധിക്കുന്ന തൻ്റെ ഇടമുള്ള നേതാക്കളെ നൽകിക്കൊണ്ട് ഈ പാവപ്പെട്ട സമുദായത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. ഫലസ്തീനിൻ്റെ വിമോചനത്തിന് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പകരക്കാരനെ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീൻ്റെ വിമോചനം സാധിപ്പിക്കുമാറാവട്ടെ. ജൂതപ്പട്ടാളത്തെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്ന ഒരു സൈനിക നായകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് നൽകിക്കൊണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദിൽ മുജ്രിമീൻ. اللهم عليك بهم فإنهم لا يعجزونك. اللهم حرر المسجد الأقصى من اليهود الظالمين. اللهم انصر جيوش المسلمين في غزة. اللهم انصرهم نصرا مؤزرا. اللهم افتح لهم فتحا مبينا. اللهم وحد كلمتهم يا رب العالمين. اللهم سدد رميهم يا رب العالمين. اللهم اهلك الظالمين أجمعين وأخرجنا من بينهم سالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر لنا ذنوبنا ولوالدينا ولوالد والدينا رب ارحمهم كما ربونا صغارا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار ولا تجعلنا من حطب النار ولا تجعلنا من أصحاب النار. إنها بئس الدار وبئس المثوى وبئس القرار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.